അടുത്തതായി പേജ് നമ്പർ 11-ലെ 4th ക്വസ്റ്റ്യൻ. Write down the sequence of natural numbers ending in 1 or 6 and describe it in 2 other ways. സീക്വൻസ് എഴുതാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 1-ലും 6-ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് അത് എഴുതുകയും അതിനെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, ദ സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സിൽ 1-ലും 6-ലും അവസാനിക്കുന്നത് 1, 6, 11, 16 എക്സെട്ര. ഇനി അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നു. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ആൻഡ് ഇൻക്രീസസ് ബൈ 5. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടു മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ, അതായത് 3rd ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ റിമൈൻഡർ എഴുതിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. നോക്കിക്കോളൂ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. ഇവിടെ നോക്കുക, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ടാണ് വരുന്നത്. കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കുന്നത്. ഇവിടെ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇത് എന്നുകൂടി നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്തതായി 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. ഇത് പറയുന്നത് ഒരു ടാങ്കില് 1000 liters വാട്ടർ ഉണ്ടായിരുന്നു. 5 liters per second ആയിട്ട് അത് ഫ്ലോ ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഈ ടാങ്കിൽ എത്ര വാട്ടർ ഉണ്ടായിരിക്കും, അതേപോലെ ആ ക്വാണ്ടിറ്റി നമ്മൾ ഒരു സീക്വൻസ് ആയി എഴുതുക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് 1000 liters ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ 5 liters ഫ്ലോ ഔട്ട് ആയി. സോ 995 liters. അടുത്തത് വീണ്ടും 5 liters കൂടി പോയപ്പോൾ 990 liters. അടുത്തത് 985 liters. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനൊരു സീക്വൻസ് ആയി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സീക്വൻസ് ഈക്വൽ ടു, സീക്വൻസ് ആകുമ്പോൾ നമ്മൾ യൂണിറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു 995, 990, 985 എക്സെട്ര. ഇതില് ചിലർക്ക് സംശയം തോന്നാം, ആദ്യം 1000 അല്ലേ എഴുതേണ്ടത് എന്നുള്ളത്. ടാങ്കിൽ ആദ്യമേ ഉണ്ടായിരുന്നത് 1000 liters വാട്ടർ ആയിരുന്നു. 1 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ടാങ്കിലെ വാട്ടറിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തതായി ഓൾജിബ്ര ഓഫ് സീക്വൻസസ്. വിക്ടേഴ്സ് ചാനലിൽ വളരെ വിശദമായി സീക്വൻസിന്റെ ഓൾജിബ്ര എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും ആ പൊസിഷനും ടേംസും തമ്മിലുള്ള കണക്ഷനും ഒക്കെ പഠിപ്പിച്ചവർ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനായി ഒരു സീക്വൻസ് എക്സാമ്പിളായി എടുത്തിട്ടുണ്ട്. 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് എടുത്തിരിക്കുന്നത്. 4, 8, 12, 16 എക്സെട്ര. അപ്പൊ ഈ 4ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫോർ ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം ആണ് 4, സെക്കൻഡ് പൊസിഷനിലുള്ള ടേം ആണ് 8, തേർഡ് പൊസിഷനിലുള്ള ടേം 12, 4th പൊസിഷനിലുള്ള ടേം 16. ഈ കണക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ താഴേക്കൊന്ന് എഴുതുന്നു. പൊസിഷൻ 10. ഇങ്ങനെ വന്ന സംഭവം ഞാനൊന്ന് താഴേക്ക് എഴുതുകയാണ്. ഫസ്റ്റ് പൊസിഷനിലുള്ളത് 4, സെക്കൻഡ് പൊസിഷനിലുള്ളത് 8, തേർഡ് പൊസിഷനിലുള്ളത് 12,
ഫോർത്ത് പൊസിഷനിലുള്ളത് 16. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ആൻസർ 4 എങ്ങനെ കിട്ടുന്നു? അതേപോലെ സെക്കൻഡ് പൊസിഷനിൽ നിന്ന് 8 എങ്ങനെ കിട്ടുന്നു? തേർഡ് പൊസിഷനിൽ നിന്ന് 12 എങ്ങനെ കിട്ടുന്നു? ഫോർത്ത് പൊസിഷനിൽ നിന്ന് 16 എങ്ങനെ കിട്ടുന്നു? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ആലോചിച്ച് നോക്കുക. ഈ പൊസിഷനെയെല്ലാം ഒരേ ഒരു പ്രോസസ്സ് സെയിം ആയിരിക്കണം. പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ടേം ലഭിക്കുക. എന്ത് ചെയ്താലാണ് 1 4 ആയി മാറുക, 2 8 ആയി മാറുക, 3 12 ആയി മാറുക, 4 16 ആയി മാറുക? വളരെ ഈസിയാണ്. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 4 കിട്ടുന്നു. അതേപോലെ തന്നെ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. 3യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്നു. 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടുന്നു. അങ്ങനെ ഇതിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് ഒരു സീക്വൻസില് നമ്മൾ ടേംസിനെ ഓൾജിബ്രൈക് ഫോമിൽ എഴുതുന്നത് x1 x2 x3 എക്സെട്ര xn എന്നിവയാണ് ഒരു സീക്വൻസിലെ ടേംസ് എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പോൾ. അപ്പോൾ നമ്മൾ അതിന്റെ x1 എന്ന് പറയുന്നതാണ് ഈ 4 കിട്ടിയിരിക്കുന്നത്, x2 എന്നതാണ് 8, x3 ആണ് 12, x4 ആണ് 16. അങ്ങനെ nth ടേം എന്താണെന്നൊക്കെ വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ nth ടേമിന്റെ പൊസിഷൻ എന്തായിരിക്കും? പൊസിഷൻ n ആയിരിക്കും. x1ന്റെ പൊസിഷൻ 1, x2ന്റെ പൊസിഷൻ 2, x3യുടെ പൊസിഷൻ 3. സോ xnന്റെ പൊസിഷൻ എന്ന് പറയുന്നത് n ആയിരിക്കും. അപ്പോൾ ഇവിടെ പൊസിഷനിൽ ഞാൻ n എഴുതുന്നു. നമുക്ക് ആൻസർ എന്താണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്തത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ n into 4. n into 4 gives that is 4n. അപ്പോൾ ഈ സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ താഴേക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് എഴുതുകയാണ്. നിങ്ങൾ എഴുതുമ്പോൾ താഴേക്ക് തന്നെ എഴുതി പോവുക. സീക്വൻസിന്റെ ഓൾജിബ്രയെ നമ്മൾ സൂചിപ്പിക്കുന്നത് xn എന്നാണ് സൂചിപ്പിക്കുന്നത്. xn equal to 4n. That is, the algebraic expression is the relation between the positions and terms of a sequence. Okay. ഇനി നമുക്ക് പേജ് നമ്പർ 15ലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. The first question. Write the algebraic expression for each of the following sequences. The first one, sequence of odd numbers ആണ്. അവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓൾറെഡി നമുക്ക് ചാപ്റ്ററിന്റെ തുടക്കത്തില് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ചെറിയ കാലം മുതലേ നമ്മൾ കേൾക്കുന്നതുമാണ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണ് 1 3 5 7 എക്സെട്ര. ഇതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനാണ് പോകുന്നത്. നമുക്ക് നേരത്തെ എഴുതിയ പോലെ പൊസിഷനും ടൈമും വെച്ചൊന്ന് എഴുതി നോക്കാം. പൊസിഷൻ ടൈം. നമുക്കറിയാം പൊസിഷൻ എന്ന് പറയുന്നത് 1ന്റെ പൊസിഷൻ 1, 3യുടേത് 2, 5ന്റേത് 3, 7ന്റേത് 4. അങ്ങനെ എന്ത് പൊസിഷനിലെ ടൈം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നു ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം 1 ആണ്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ കിട്ടിയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 ആണ്. തേർഡ് പൊസിഷനിൽ കിട്ടിയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 ആണ്. ഫോർത്ത് പൊസിഷനില് 7 ആണ്. അങ്ങനെ എന്ത് പൊസിഷനില് കിട്ടുന്ന ടൈം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ പൊസിഷൻ ടൈം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പൊസിഷനും ടൈമും ഇവിടെ സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കമ്പാരിസൺ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് ഈ സെക്കൻഡ് ടൈം നമുക്ക് നോക്കാം. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ്. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം 3 ആണ്.
തേർഡ് പൊസിഷനിൽ കിട്ടിയിരിക്കുന്നത് 5 ആണ്, ഫോർത്ത് പൊസിഷനിൽ കിട്ടിയിരിക്കുന്നത് 7 ആണ്. ഇതിൽ നിന്ന് വേണം നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാൻ. അല്ലാതെ സെയിം ആയിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് റിലേഷൻ കിട്ടില്ല. അവിടെ പല റിലേഷൻസും ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇനി 2 എന്നത് എങ്ങനെ 3 ആയി, 3 എങ്ങനെ 5 ആയി? 2 എന്ന നമ്പറിനെ എന്ത് പ്രോസസ്സ് ചെയ്യുമ്പോഴാണോ 3 ആവുന്നത്, അതേ പ്രോസസ് 3 ചെയ്യുമ്പോഴാണ് 5 ആവുക. നമ്മള് ഗസ് ചെയ്യാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നത് 2ന്റെ ഡബിളിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണല്ലോ 3, 3യുടെ ഡബിളിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണല്ലോ 5, 4ന്റെ ഡബിളിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണല്ലോ 7. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ഇവിടെയും 1ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 1 into 2 2, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. ഡബിൾ എന്ന് പറയുന്നത് ഇൻറ്റു 2 ആണ്, -1. നോക്കുക, 1 into 2 2 minus 1 gives 1. 2 into 2 minus 1. 2 into 2 എന്ന് പറയുന്നത് 4. 4 minus 1 is 3. 3 into 2 minus 1. 6 minus 1 equal to 5. 4 into 2 minus 1. 8 minus 1 equal to 7. അപ്പോൾ ഇവിടെ എന്ത് പ്രോസസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയി. അപ്പോൾ എന്ത് ടേം കിട്ടുന്നതിനായി n into 2 minus 1 ആണ് ചെയ്യേണ്ടത്. n into 2 എന്ന് പറയുന്നതിന്റെ ആൻസർ 2n minus 1. അപ്പോൾ ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n minus 1 ആണ്. അതായത് ഈ n-ന്റെ പൊസിഷനിൽ നമ്മൾ 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ആയ 1 കിട്ടുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 into 1 minus 1. 2 into 1 is 1. 1 minus 1 is 1. യെസ്, ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി n-ന് നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. n എന്ന് പറയുന്നത് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. 2 into 2 minus 1, that is 4 minus 1, 3 കിട്ടി. ഇനി തേർഡ് പൊസിഷനിലുള്ള ടേം കിട്ടാൻ വേണ്ടി 2 into 3 minus 1, യെസ് 5. അപ്പോൾ ഏത് പൊസിഷനിലുള്ള ടേം കിട്ടാനും നമ്മൾ ആ n-ന് ആ പൊസിഷൻ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എഴുതാൻ പോവുകയാണ്. താഴേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷനെ നമ്മൾ xn എന്ന് വളരെ ചുരുക്കി എഴുതുകയാണ്. xn ഈക്വൽ ടു 2n minus 1. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തതായി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. The sequence of natural numbers which leave remainder 1 on division by 3. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നത്തെ ഭാഗത്ത് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സീക്വൻസ് എഴുതുകയാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 4 7 10 എക്സെട്ര. ഇതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ പൊസിഷനും കൂടി ഇവിടെ തന്നെ മാർക്ക് ചെയ്യുന്നു. 1 2 3 4. ഓക്കെ, നേരത്തെ എഴുതിയ പോലെ തന്നെ പൊസിഷൻ 10. ഫസ്റ്റ് പൊസിഷനിൽ കിട്ടിയിരിക്കുന്നത് 1, സെക്കൻഡ് പൊസിഷനിൽ 4, തേർഡ് പൊസിഷനിൽ 7, ഫോർത്ത് പൊസിഷനിൽ 10. നമുക്കറിയാം ഫസ്റ്റ് പൊസിഷനെയും ഫസ്റ്റ് ടേമിനെയും കൂടെ നമുക്ക് കമ്പയർ ചെയ്താൽ ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പൊസിഷനിലുള്ള ടേം 4 ആണ്, തേർഡ് പൊസിഷനിലുള്ള ടേം 7 ആണ്. സെക്കൻഡ് പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് 4 കിട്ടുമ്പോൾ ഡബിൾ ആണല്ലോ എന്ന് തോന്നും. പക്ഷെ തേർഡ് പൊസിഷൻ വരുമ്പോൾ ഇവിടെ ഡബിൾ അല്ല ലഭിക്കുന്നത്. ഡബിൾ വരികയാണെങ്കിൽ 6 വരണം. അപ്പോൾ ഇവിടെ ഒരേ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആൻസറുകൾ കിട്ടണം. ഫോർത്ത് പൊസിഷനിൽ 10ഉം കിട്ടണം. അപ്പോൾ ആലോചിക്കുക, നമുക്ക് 2നെ ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. 6 ഒന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുന്നുണ്ട്. അതേപോലെ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 9. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ട്. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 12. അതിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 10 കിട്ടുന്നു. അത് തന്നെ നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനിൽ നോക്കാം. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് 3 കിട്ടുന്നു. 3ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. യെസ്, അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്
First multiply by 3 and then subtract 2. 1 into 3 minus 2. Similarly, 2 into 3 minus 2, 3 into 3 minus 2, 4 into 3 minus 2. അങ്ങനെ nth പൊസിഷനിൽ n into 3 minus 2 gives 3n minus 2. അങ്ങനെ algebraic expression എന്ന് പറയുന്നത് xn equal to 3n minus 2. നമുക്കിതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിന്റെ ഈ എന്നിന്റെ പ്ലേസിൽ പൊസിഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ടേംസ് കിട്ടുന്നുണ്ടോ നോക്കാം. 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 into 1 minus 2. 3 into 1 3. 3 minus 2 is 1. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷൻ ആണ്. അപ്പൊ നമുക്ക് 2 എന്നിവിടെ കൊടുത്തു നോക്കാം. 3 into 2 6 minus 2. 6 minus 2 4 കിട്ടി. ഇനി തേർഡ് പൊസിഷൻ n എന്ന് പറയുന്ന പൊസിഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 3 into 3 minus 2 9 minus 2 that is 7. ഇവിടെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ algebraic എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3n minus 2 എന്ന് കിട്ടിയിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ തേർഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. The sequence of natural numbers ending in 1. The sequence of natural numbers ending in 1. 1 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് 1. തീർച്ചയായിട്ടും അടുത്തത് 11, 21, 31. വളരെ ഈസി ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണിത്. ഇനി ഇതിന്റെ algebraic എക്സ്പ്രഷൻ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ മെത്തേഡ് വളരെ എളുപ്പമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പൊസിഷൻ 10. ഫസ്റ്റ് പൊസിഷനിൽ 1, സെക്കൻഡ് പൊസിഷനിൽ 11, തേർഡ് പൊസിഷനിൽ 21, ഫോർത്ത് പൊസിഷനിൽ 31. ഇനി നമുക്ക് കണക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. യെസ്, ഫസ്റ്റ് പൊസിഷനിൽ 1 നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ആദ്യമേ പറഞ്ഞു. സെക്കൻഡ് പൊസിഷനിൽ 11, തേർഡ് പൊസിഷനിൽ 21, ഫോർത്ത് പൊസിഷനിൽ 31. ഒന്ന് ആലോചിച്ച് നോക്കുക. 2ഉം 11ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് 11 കാണുമ്പോൾ 20യിൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോഴാണല്ലോ 11, 30യിൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോഴാണല്ലോ 21, 40യിൽ നിന്ന് 9 മൈനസ് ചെയ്യും. അപ്പൊ എവിടെ ഒരു -9 ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. എങ്ങനെ 20 വന്നു? 2 into 10 ആണ് 20, 3 into 10 30, 4 into 10 40. വളരെ ഈസി ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിലൊന്നും കൂടി നോക്കാം. 1 into 10 minus 1 1. വളരെ ശരിയാണ്. അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലായി. 1 into 10 minus 1 is 1, 2 into 10 minus 1 is 11, 3 into 10 minus 1 is 21, 4 into 10 minus 1 is 31. അങ്ങനെ നമുക്ക് nth പൊസിഷനിൽ n into 10 minus 1 gives 10n minus 1. So the algebraic expression is xn equal to 10n minus 1. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫോർത്ത് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. The sequence of natural numbers ending in 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. ആദ്യത്തെ നമ്പർ 1, 6, 11, 16 etc. ഇനി ഞാനിവിടെ പൊസിഷൻ ഒന്നും എഴുതുന്നില്ല, നേരെ ഇവിടെ തന്നെയാണ് എഴുതാൻ പോകുന്നത്. പൊസിഷൻ 10. ഫസ്റ്റ് പൊസിഷനിൽ 1, സെക്കൻഡ് പൊസിഷനിൽ 6, തേർഡ് പൊസിഷനിൽ 11, ഫോർത്ത് പൊസിഷനിൽ 16. ഇനി ഈ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ ആണ് കാണാൻ പോകുന്നത്. 1 ഉം 1 തമ്മിൽ നമ്മൾ നോക്കുന്നില്ല, അവിടെ കമ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. ഇവിടെ സെക്കൻഡ് പൊസിഷനിലുള്ള ടേം 6, തേർഡ് പൊസിഷനിലുള്ള ടേം 11. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു തോന്നലുണ്ട്, 6 എന്ന് പറയുന്നത് 10 minus 4 ആണ്, 11 എന്ന് പറയുന്നത് 15 minus 4 ആണ്, 16 എന്ന് പറയുന്നത് 20 minus 4 ആണ്, 1 എന്ന് പറയുന്നത് 5 minus 4. അപ്പൊ എല്ലാത്തിലും ഒരു -4 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കിട്ടും. ഇനി 10 minus 4 ആണ് 6 എന്ന് നമ്മൾ പറഞ്ഞു. 10 എങ്ങനെ കിട്ടി?
2 into 5 minus 4 gives 6. അതേപോലെ തന്നെ ഇവിടെ 11 നമുക്ക് 15 minus 4 ആണ്. അതായത് 3 into 5 minus 4 gives 11. 4 into 5 minus 4 gives 16. അതേപോലെ തന്നെ 1 into 5 minus 4 gives 1. അങ്ങനെ nth പൊസിഷനില് n into 5 minus 4 gives 5n minus 4. അങ്ങനെ ഇതിന്റെ algebraic എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn equal to 5n minus